പറഞ്ഞ് അഭിമാനം പറയുന്ന സ്വഭാവം കുട്ടിക്ക് ഉണ്ടാൻ പാടില്ല. എൻ്റെ ഉപ്പക്ക് ഇന്നോറുണ്ട്, എൻ്റെ ഉപ്പ നാളെ ഗൾഫിൽ നിന്ന് കൊണ്ടുപോകും, അതൊന്നുമില്ല. മുട്ട പറഞ്ഞ പാലിത്ത മാതിരി പറയുന്ന വേണ്ടാൻ പാടില്ല. ചില ഉപ്പമാർ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. മിഠായിനെ കൊടുത്തിട്ട് എന്താ പറയുന്നില്ല, ടീച്ചർ എന്താ കഷ്ടം പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത്. വസ്താരിമാവ് നമ്മൾ അടിച്ച് ശരിയാക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ നമ്മളെ പ്ലാറ്റ്ഫോം ശരിയാക്കണം. വലുതാവലുണ്ടല്ലോ, മറ്റുള്ള ആളെ നിസ്സാരപ്പെടുത്തി വലുതാവുന്ന കളി ഉള്ളവർക്ക് പറ്റൂല. ശേഷം പറയുന്ന എന്തൊരു സുന്ദരമായ ആശയാണ് ഇസ്ലാമിന്റെ. ഞാൻ എന്റെ ഡ്രസ്സാണ് അങ്ങ് വലുതാണ്, ഇനി നാളെ കല്യാണത്തിന് വേറെ എടുക്കും, ഇന്നലെ ഇളയമാര ഇതിന് എല്ലാവരും പച്ച, ഇന്ന് ചുവപ്പ്, നാളെ വെള്ള, ഇങ്ങനെ പിള്ളേരൊക്കെ പഠിപ്പിച്ച് ഈ പിള്ളേർ ഇങ്ങനെ നന്നാവില്ല. മോള് പറയാണ് നാളെയാണ് മൂത്തമ്മാന്റെ മോളെ കല്യാണം, ഇപ്പൊ ഡ്രസ്സ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ പെരുന്നാൾ പിന്നാന്ന് കഴിഞ്ഞാൽ ചില കഴിഞ്ഞ ഷപ്പാലും ഒന്നിനും ഒരു ഷപ്പാലും 9 അത്ര അല്ല ഇതിന്റെ. അത് പെരുന്നാൾക്ക് ഇട്ട ഡ്രസ്സ് എല്ലാവരും കണ്ടില്ലുപ്പാ എന്നാ അന്ന് ചാക്കിൽ പോയിട്ട് ഡ്രസ്സ് കൊണ്ടുപോകും. നീ കാണിച്ചു കൊടുക്കണം. എത്ര വെട്ടിത്തായി പറയണത്. അത് നമ്മൾ നിന്നോടുക്കാം. ആര് പഠിച്ച ആൾക്കാരെ നിന്നോടുക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റുക്കൂഇൽ നിന്ന് സുജൂദിലേക്ക് പോകുന്ന വഴി എങ്ങനെയാണെന്നറിയാം? ആകപ്പാടെ ഒരു അരയുടുപ്പ് തുണിയല്ലോ, അതിങ്ങനെ ടൈറ്റിൽ പിടിക്കും. എങ്ങനെ തുണി പിളർന്നിട്ട് അവിടുന്ന് കാണാതിരിക്കാൻ. സ്വർഗത്തിലെ രാജാവിന്റെ കഥയെ പറയണം. നമ്മളോ ഇന്നലെ മൊത്തമാരെ മോളെ കല്യാണത്തിന് എല്ലാവരും പറ്റും ഇന്ന് ചോദിക്കും കളഞ്ഞില്ല കൂട്ടുപിടിക്ക് പാകം. അത് കൾച്ചറാവുക. അതാണല്ലോ കല്യാണത്തിന് ഇപ്പൊ നടക്കുന്നത്. പണ്ടുള്ളവരും ഇന്നത്തെ പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയോ? നമ്മുടെ ഉമ്മ മരിച്ചവർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മ ആരെന്നറിയോ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരല്പം ചോറ് താഴെ വീണ ഉമ്മച്ചി അതെടുത്ത് പാത്രത്തിലിട്ട് തരും. ആ താഴെ വീണ ആ വറ്റെടുത്ത് പാത്രത്തിലിട്ട് തന്നിട്ട് ഉമ്മ പറയും, കളയില്ലേടാ, വാപ്പ രക്തം വിയർപ്പാക്കി ഉണ്ടാക്കിയതാ മോനെ. നമ്മുടെ ഉമ്മച്ചി പറഞ്ഞു തരുമായിരുന്നു. ഇന്നത്തെ പെണ്ണുങ്ങളും ഒരു പാത്രം ചോറെടുത്ത് കളഞ്ഞാലും ഒരു വാക്ക് പറ്റൂല. കാരണം അവൾക്കറിയില്ല അത് ഉണ്ടാക്കിയത് എങ്ങനെയാന്ന്. അവൾക്കറിയില്ല അതെങ്ങനെയാണ് ആ ഭർത്താവ് ഉണ്ടാക്കിയതെന്ന്. അവൻ ഉറക്കമൊഴിഞ്ഞ് അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത്. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പടച്ചവനെ മരത്തിന്റെ മുകളിൽ വലിഞ്ഞു കയറുന്നവരില്ലേ? ഈമാനുണ്ട് എന്നറിയിക്കുന്ന അടയാളമാണ് ദാനധർമ്മം ചെയ്യുന്നത്. പിഷ്കന്മാർക്ക് അത് കിട്ടൂല. ദാനധർമ്മം ചെയ്യുന്നത് ഈമാനിന്റെ ലക്ഷണമാണ്, ഈമാന്റെ അടയാളമാണ്. സ്വതക്ക എന്നത് നിങ്ങളുടെ ഈമാനിന്റെ ബുർഹാനാണ്, നിങ്ങളുടെ ഈമാനിന്റെ പ്രൂഫാണ് സ്വതക്ക. ഈമാന്റെ പ്രൂഫ് ഉണ്ടോ? പ്രൂഫ് എവിടെയെന്ന് ചോദിക്കൂലേ? സ്വതക്കയാണ് അതിന്റെ പ്രൂഫ്. നിങ്ങൾ സ്വതക്ക ചെയ്യുന്നവരാണോ? അല്ലാത്തവർക്ക് പിടുത്തം വരും, കൊടുക്കാൻ തോന്നൂല. ഞാൻ എൻ്റെ കുട്ടികളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ കൊടുക്കേണ്ടതുള്ളൂ എന്നൊക്കെ വെറുതെ തോന്നും. കുട്ടികളെ മുഴുവൻ ആവശ്യങ്ങൾ തീർന്നിട്ട് വല്ലതും ലോകത്ത് ചെയ്യാൻ പറ്റുമോ? എത്രയെല്ലാം ആവശ്യങ്ങളുണ്ട് മനുഷ്യന്. അൺലിമിറ്റഡ് ബോൺസ് ആണ് മനുഷ്യന്റെ ആവശ്യങ്ങൾ. അൺലിമിറ്റഡ് ആണ്. കൊമേഴ്സ് ഒക്കെ പഠിക്കുന്നില്ല. അൺലിമിറ്റഡ് ബോൺസ്. മനുഷ്യന്റെ ഡിമാൻഡുകൾ അൺലിമിറ്റഡ് ആണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ നമുക്ക് ദാനധർമ്മം ചെയ്യാൻ പറ്റണം. വസ്സദഖത്തു ബുർഹാൻ, ദാനധർമ്മം ചെയ്യണം എന്നാ പറഞ്ഞത്. സന്തോഷം കിട്ടുന്ന വലിയൊരു കാര്യമാണ് ദാനധർമ്മം. ഒരു മനുഷ്യന് വെറുതെ എന്തെങ്കിലും കൊടുക്കുക, അത് ഭയങ്കരമായ സന്തോഷം കിട്ടുന്ന കാര്യമാണ്. അത് അനുഭവിച്ചറിയണം. നമ്മൾ വാങ്ങിക്കൽ, നമ്മൾ ഏറ്റവും നമ്മൾ കൊടുക്കാൻ, നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുക, അതുകൊണ്ട് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അത് വല്ലാത്ത സന്തോഷമാണ്. വസ്സദഖത്തു ബുർഹാൻ, അത് ഈമാനിന്റെ അടയാളമാണെന്ന് റസൂലുള്ളാഹി